السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാഹുവിൻ്റെ പവിത്രമായ ഈ ഭവനത്തിൽ വെച്ച് ഒരു നിക്കാഹ് കർമ്മം നടക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം ഫഹീം അബൂബക്കർ സേഠ് റസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് അഖീൽ ഫഹീമും കോയമ്പത്തൂർ AK സുഹൈൽ സേഠ് ആൻഡ് അസ്മ ദമ്പതികളുടെ മകൾ സുമയ്യയും തമ്മിലാണ് വിവാഹം നടക്കാൻ പോകുന്നത്. വിവാഹകർമ്മവും ഖുത്ബയൊക്കെ നിർവഹിക്കുന്നത് പ്രിയങ്കരനായ മാഹീൻ മൗലവിയാണ്. മുമ്പൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ഒരു പ്രാർത്ഥനയും മാത്രം. കാരണം അതിനൊരു അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്നുമല്ല, റസീനയുടെയും ഫഹീമിൻ്റെയും വിവാഹം കഴിച്ചു കൊടുത്തത് ഈ പള്ളിയിൽ വെച്ച് ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ സുഹൈൽ സേഠിൻ്റെയും അസ്മയുടെയും വിവാഹം കഴിച്ചു കൊടുത്തത് ടൗൺ ഹാളിൽ വെച്ച് ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഏതായിരുന്നാലും രണ്ട് ഉമ്മമാരുടെ വിവാഹം ചെയ്തു കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അതിനുശേഷം അവരുടെ മക്കളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. ഈ രണ്ട് കുടുംബത്തെയും ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു പ്രാർത്ഥന മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹിതരാകുന്ന മുഹമ്മദ് അഖീലിനും സുമയ്യക്കും അവരുടെ ഭാവി ജീവിതം, കുടുംബജീവിതം ഏറ്റവും സന്തോഷകരവും സംതൃപ്തി നിറഞ്ഞതും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ളതുമായി തീരാൻ സർവശക്തൻ അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരു പേരുടെയും കുടുംബങ്ങൾക്കും അള്ളാഹു സർവ ഹൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിക്കാൻ അള്ളാഹു അവർക്ക് തുണ നൽകുമാറാകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിവാഹത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بالتقوى الله.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. പടച്ചറബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ അഖില മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയത് രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്ന ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ ഒരു മുഹൂർത്തത്തിലാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഫഹീം അബൂബക്കർ സയ്യിദ് സാഹിബിന്റെ മകൻ മുഹമ്മദ് അഖീൽ ഫഹീമും കോയമ്പത്തൂർ സ്വദേശിയായ കെ സുഹൈൽ സാഹിബിന്റെ മകളായ സുമയ്യയും തമ്മിലുള്ള വിവാഹത്തിന് സാക്ഷികളാകുവാനും ഈ നവമിഥുനങ്ങൾക്കു വേണ്ടി അവരുടെ ജീവിതം ആനന്ദത്തിലും സന്തോഷത്തിലും അള്ളാഹുവിന്റെ പ്രീതിയിലുമാകുന്നതിനു വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയതാണ്. വ്യത്യസ്ത ധ്രുവങ്ങളിലായി ജീവിച്ചിരുന്ന രണ്ട് കുടുംബത്തിലെ വ്യക്തികളാണ്. എ കെ സുഹൈൽ സാഹിബ് 22 വർഷക്കാലം സ്നേഹത്തോടെ കാരുണ്യത്തോടെ വളർത്തി വലുതാക്കിയ സ്വന്തം മകളെ തിരുവനന്തപുരം സ്വദേശിയായ ഫഹീം അബൂബക്കർ സയ്യിദ് സാഹിബിന്റെ മകനായ അഖീലിലേക്ക് കൈമാറുന്ന ഒരു വലിയ മീസാഖൻ ഗലീള, രണ്ട് ഇരുമ്പ് ലോഹങ്ങൾ ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ദൃഢമാകുന്നത് പോലെ മീസാഖൻ ഗലീള എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു ജനങ്ങളെ വിശ്വാസികളെ സാക്ഷികളാക്കിക്കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന സുഹൈൽ സാഹിബും അഖീൽ ഫഹീമും തമ്മിലുള്ള ഈ വിവാഹത്തിന്റെ കരാറ്. ഈ രണ്ട് നവമിഥുനങ്ങളുടെയും മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സുഹൈൽ സാഹിബിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എന്റെ മകളുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും മരണം വരെയും മരണത്തിനപ്പുറം പരലോകത്തും ഈ ബന്ധം നിലനിൽക്കണം. അതുപോലെ ഫഹീം സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ മകൻ അഖീലും ഈ സുമയ്യയും തമ്മിലുള്ള ഈ വിവാഹം മുറിഞ്ഞു പോകാതെ ആനന്ദത്തിലും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നുവന്ന ഈ മകളും മകനുമൊക്കെ സമൂഹത്തിനൊരു മാതൃകയാകേണ്ടതുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്തോഷവും ആഹ്ലാദവും മാത്രമല്ല, ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നുവരും. അപ്പോഴൊക്കെ ഏതൊരു സാഹചര്യത്തിലും ഈ വിവാഹബന്ധം വേർപെട്ടു പോകാതെ നിലനിൽക്കുന്നത് അത് വളരെ സഹനതയോടെയും ക്ഷമയോടെയും ഞാനിത് കൈകാര്യം ചെയ്യുമ്പോൾ എനിക്കെന്റെ റബ്ബ് പകരം നൽകുന്നത് സ്വർഗമാണ്, അനശ്വരമായ ഒരു ജീവിതമാണ്. ഈ ക്ഷമയും ഈ കാണുന്ന സ്നേഹവും ഈ കാണുന്ന ഒരു ആത്മീയമായ ബന്ധവും നിലനിൽക്കണമെങ്കിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നമ്മളൊരു വധുവിനെ കണ്ടെത്തുമ്പോ, നാം ഒരു വരനെ കണ്ടെത്തുമ്പോ ഇന്നത്തെ സമകാലിക സാഹചര്യങ്ങളിൽ സമ്പത്തിന്റെ പിന്നാലെ തേടിപ്പോകുന്നവരുണ്ട്, സൗന്ദര്യം തേടിപ്പോകുന്നവരുണ്ട്, അവർ ഉന്നത ആ നാട്ടിലെ വലിയ കുടുംബക്കാരാണ് എന്നതിന്റെ പേരിൽ തേടിപ്പോകുന്നവരുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഈ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഈ നവമിഥുനങ്ങളാകണോ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്? മതബോധമുള്ളവരെയാണ്. മതബോധമുള്ളവരെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കാണുന്ന വസ്തുക്കളോടും ആൾദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നവരല്ല,
ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവന്റെ മുന്നിൽ മാത്രം പ്രണാമം ചെയ്യുകയും അവനോട് മാത്രം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരുടെ ഒരു പാരമ്പര്യം ഈ ഒരു ഫളുഫർബിദാത്തിദ്ദീൻ എന്ന് പറയുന്നതിലുണ്ട്. വെറും ഒരു മുസ്ലിം നാമധാരികളാവുക എന്നതിനപ്പുറം ഒരു മുവഹ്ഹിദുകളാകണം. എങ്കിൽ മാത്രമേ ഈ സമാധാനവും ശാന്തിയും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് വലിയ പ്രഭാഷണം നടത്തി കടന്നുപോയ പ്രവാചകനല്ല. അല്ലാഹുവിന്റെ റസൂല് തന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന മകളെ വിവാഹം ചെയ്തയക്കാൻ തീരുമാനിച്ചത് ആ നാട്ടിലെ പരമദരിദ്രനായ, ഒന്ന് നിവർന്നു നിന്നാൽ തലമുട്ടുന്ന ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലിൽ താമസിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ ലോകത്തിന്റെ പ്രവാചകൻ കണ്ട ക്വാളിറ്റി എന്തായിരുന്നു? എന്റെ മകനായി കടന്നുവരുന്ന, എന്റെ മകളുടെ ഭർത്താവായി കടന്നുവരുന്ന ആ മകന് കാണുന്ന ക്വാളിറ്റി, ഇത്തഖുല്ലാഹ്, എവിടെയും എന്റെ ഈ മകൻ അല്ലാഹുവിനെ സൂക്ഷിക്കും, അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ആ ചെറിയ കുടിലിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച ആ ചെറിയ കുടിലിൽ ജീവിച്ചിരുന്ന ആ പ്രവാചകന്റെയും മക്കളുടെയും പേരമക്കളുടെയും ജീവിതം നമ്മൾ ഇന്നും അനുസ്മരിക്കുന്നത്, അവരുടെ ജീവിതം നമുക്കൊരുപാട് നന്മകൾ പകർന്നു തരുന്നുണ്ട്, സമാധാനം പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകളെ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ഏൽപ്പിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെയാണ് എങ്കിലും ആ ചെറിയ കുടിലിൽ കുളിർമയും കുളിരും ഉണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കുമ്പോ തന്റെ പ്രിയതമനോട് പറഞ്ഞു, എനിക്ക് മധുരം കഴിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്റെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ദീനാറും ദിർഹമുമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തന്റെ അരപ്പട്ട അഴിച്ച് ഒരു ഈത്തപ്പഴ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിനെത്ര പകരമായി ഈത്തപ്പഴം കിട്ടുമെന്ന് ചോദിച്ചു. ഒരു പേപ്പറിൽ കുറച്ച് ഈത്തപ്പഴം പൊതിഞ്ഞു കൊടുത്തു. തന്റെ പ്രിയതമയ്ക്ക്, തന്റെ ഹൃദയവാചനത്തിന്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾക്ക് സമ്മാനമായി കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോ മദീനയുടെ പരിസരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അലിയെ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ പേപ്പർ നിവർത്തി വെച്ചു കൊടുത്തു. അവർ ആ ഈത്തപ്പഴം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, എന്റെ പ്രിയതമയ്ക്ക് കൊടുക്കാൻ ഒരു 2 എണ്ണമെങ്കിലും ബാക്കി വെച്ചിരുന്നുവെങ്കിൽ. പക്ഷേ വിശപ്പ് കൊണ്ട് ആ അനുചരന്മാര് മുഴുവൻ കഴിച്ചു. വീട്ടിലേക്ക് മടങ്ങി വന്ന് അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ തന്റെ പ്രിയതമയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഈ കാര്യം പറഞ്ഞു. ആ സമയത്ത് ആ ചെറിയ കുടുംബത്തിൽ നിന്ന് ആ പ്രിയതമ തന്റെ പ്രിയതമനോട് പറയുന്നത്, താങ്കളിത് പറയുമ്പോ ഈത്തപ്പഴം കഴിച്ചതിനേക്കാളും വലിയ മധുരമാണ് ആ സാധുക്കളായ മനുഷ്യർക്ക് താങ്കൾ പങ്കുവച്ചത് എന്ന് പറയുമ്പോ ആ കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനവും സന്തോഷവുമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരിക്കലും അനൈക്യങ്ങളും ഛിദ്രതയും ഉണ്ടാകരുത്, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് ഫളുഫർബിദാത്തിദ്ദീൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദീനിനെ തിരഞ്ഞെടുക്കാതെ വന്നപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 42ഓളം കുടുംബങ്ങളാണ് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ചികിത്സകളായിട്ട് ആ ഉപ്പയെയും ഉമ്മയെയും തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാതെ ഞങ്ങൾക്ക് സ്നേഹവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവും ഇങ്ങനെ കഴിഞ്ഞു പോകണം, മാതാപിതാക്കൾ ഒരു ഡിസ്പോസിബിൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നൊരവസ്ഥ വന്നത് ഈ സമകാല സാഹചര്യത്തിൽ ദീനില്ല, അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇണകളെ തിരഞ്ഞെടുത്തു. ഇവിടെ അഖീലും ഈ സുമയയും തമ്മിൽ നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളൊക്കെ നിശ്ചയിച്ചതാണെങ്കിലും ഈ ലോകത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതാണ്. ആ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? വിവാഹത്തിലൂടെ ലിതസ്കുനൂ ഇലൈഹ, സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി.
സുമയ്യയുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ അഖീൽ അതിനെ ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. അഖീലിന്റെ ജീവിതത്തിൽ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും കടന്നു വരുമ്പോ സുമയ്യ സന്തോഷത്തോടുകൂടി ഇതിന് പകരം അല്ലാഹു സ്വർഗ്ഗം തരും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഈ ഒരു സെക്കൻഡിന് വേണ്ടിയാണ്, ഈ ഒരു സമാധാനത്തിനു വേണ്ടിയാണ്, ഈ ലോക ജീവിതം സന്തുഷ്ടമാകുന്നതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതം. ആ ജീവിതം മുന്നോട്ട് പോകുമ്പോ വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, ആ നവമിഥുനങ്ങൾക്കിടയിൽ സ്നേഹവും അനുരാഗവും പ്രേമവും ഒക്കെ ഉണ്ടാകും. 90-95 വയസ്സുള്ള അവസ്ഥമാര് പോലും രോഗിയായി കിടക്കുമ്പോ തന്റെ പ്രിയതമനെ കുറിച്ച് വെപ്രാളവും അസ്വസ്ഥതയും ഉണ്ടാകും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആറ്റിങ്ങലിൽ ജുമാ നമസ്കാരത്തിൽ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ബഷീർ സാഹിബിന്റെ ഭാര്യ മരണപ്പെട്ടുപോയി. ഖുതുബയിൽ ഒന്ന് ദുആ ചെയ്യണം. ദുആ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ റൂമിലേക്ക് പോകുമ്പോ 85-90 വയസ്സുള്ള ബഷീർ സാഹിബ് എന്ന ആ സഹോദരൻ പറഞ്ഞു, ഞാനാണ് ദുആ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ബഷീർ സാഹിബ് ഇക്കഴിഞ്ഞ മെനഞ്ഞാന്നാണ് രാത്രിയാണ്. എന്റെ 2-3 മക്കളും വിദേശത്താണ്. 13 വർഷക്കാലം കൊണ്ട് എന്റെ ഭാര്യ കിടപ്പാണ്. ആ കിടപ്പിലായ ഭാര്യയുടെ പ്രാഥമികമായ കൃത്യങ്ങളൊക്കെ ഞാനാണ് നിർവഹിച്ചു കൊടുക്കുന്നത്, വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. മരണപ്പെട്ടപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്താണ് കാരണം? ഞാൻ മരണപ്പെട്ടതിന് ശേഷമാണ് എന്റെ പ്രിയതമ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പ്രയാസപ്പെടേണ്ടി വരും. പ്രയാസമില്ലാതെ 10-12 വർഷക്കാലം ഞാൻ നോക്കിയല്ലോ എന്ന ആ പിതാവിന്റെ ഉള്ളിലെ അടങ്ങാത്ത വികാരവും സ്നേഹവും എന്നോട് പറഞ്ഞപ്പോ ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിന്റെ വചനം, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നറിയിക്കുന്ന വലിയൊരു ദൃഷ്ടാന്തമായി കൊണ്ടാണ് ഈ നവമിഥുനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഈ വിവാഹത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നവമിഥുനങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബങ്ങൾ, 2 കുടുംബങ്ങളും വിവിധ കുടുംബങ്ങൾക്കും മാതൃകയാകുന്ന, പ്രത്യേകിച്ചും ഈ സുഹൈൽ സാഹിബിന്റെ മകളും ഫഹീം സേഠ് സാഹിബിന്റെ മകൻ അഖീലും, അല്ലാഹുവേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്നിൻ, പടച്ച റബ്ബേ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഖുർറത അയ്ൻ, കണ്ണിന് കുളിർമ തരണേ, സമാധാനം തരുന്ന നവമിഥുനങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നവമിഥുനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുക, ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും ഈ നവമിഥുനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതം ആനന്ദത്തിലും സന്തോഷത്തിലുമായി അല്ലാഹു എത്തിച്ചേർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെയും ദാമ്പത്യ ജീവിതവും ഇണകളുമായിട്ടുള്ള ജീവിതവും സന്തോഷത്തിലും ആനന്ദത്തിലും അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ ജീവിതം കണ്ട് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന, സമാധാനപ്പെടുന്ന വിശ്വാസികളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാളും പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
പറഞ്ഞു. زوجتك وأنجحتك عندي سمية بمهر مبلغه 32 درهما من حلي الذهب. എന്റെ മകൾ സുമയ്യയെ 32 ഗ്രാം സ്വർണ്ണാഭരണം നിശ്ചയിച്ച് മഹറായി നിശ്ചയിച്ച് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നിരിക്കുന്നു. ഖബിൽതു മിൻക നിക്കാഹഹ وتزويجها بهذا المبلغ المهر المذكور. താങ്കളുടെ മകൾ സുമയ്യയെ 32 ഗ്രാം സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നത് നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു. അലാ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബാറക്കല്ലാഹു ലക് വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക് വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക് وبارك عليك وجمع بينكما في خير.